അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. അതായത് മുതുച്ചേട്ടൻ ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം കൂടെയാണ്. ഒരുപാട് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഏതൊരാളും എന്ത് കാര്യം പറഞ്ഞാലും തന്നെ കൊണ്ടാവും വിധം അവരെ സഹായിക്കുന്ന, ഏതൊരാൾക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മുതുച്ചേട്ടൻ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ്. ഈ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് മാനുഷിക മൂല്യം ചേർത്ത് പിടിക്കുന്ന മനുഷ്യനാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് മുത്തുച്ചേട്ടൻ. എന്തായാലും എല്ലാവിധ ആശംസകളും വിജയിച്ചു വരട്ടെ. ഒന്ന് വിട്ടുപോയപ്പോ സാനുമാഷിനെ ഓർക്കാതെ ജോൺ പോൾ സാറ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഓർക്കാതെ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ സാനുമാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ സന്തോഷം പ്രകടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ കേട്ടോ, അദ്ദേഹം വേറെ രാഷ്ട്രീയമാണ്, എന്റെ വേറെ രാഷ്ട്രീയമാണ്. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ തമ്മിൽ രാഷ്ട്രീയത്തിന് ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയം ഒരിക്കലും സംസാരിക്കാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ സഹവസിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമായി കാണുന്നു. അതോടൊപ്പം നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുക. എനിക്ക് ഒരാളുടെ അടുത്ത് ഒരു ദിവസം മിണ്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ വീട്ടിൽ പനി പിടിച്ച് 3 കൊല്ലം കഴിയുമ്പോൾ ഒരു പനി വരും. അത് ഒരു ദിവസം മാത്രം വീട്ടിൻ്റെ പുറത്തിറങ്ങാതിരിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ വാതിലുകൾ ഞാനുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് 12:30 അടയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ വീടിൻ്റെ വാതിൽ തുറന്നായിരിക്കും. രാവിലെ ആ വാതിലുകൾ 24/7 ആണ്. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതാണ് എനിക്ക് ഈശ്വരൻ തന്ന സൗഭാഗ്യം. പറ്റുന്നത് ചെയ്യും. അത് മാക്സിമം സ്ട്രെച്ച് ചെയ്യും. നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെന്നീസ് കളിക്കാൻ നേരത്ത് മാക്സിമം സ്കോർ ചെയ്യാന്നുള്ളത്. അത് അറ്റംപ്റ്റ് ചെയ്ത് എല്ലാ കേസും സക്സസ് ആവണമെന്നില്ല. പക്ഷെ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തോറ്റു. പക്ഷെ ഞാൻ ശ്രമിക്കും. ഇത് ശ്രമം നമ്മുടെ ജീവിതത്തിൽ വേണം. തോറ്റാൽ പിന്മാറരുത്. തീർച്ചയായിട്ടും ജയം നിങ്ങൾക്കൊരു നാൾ വരും. അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി സംശുദ്ധമായിരിക്കണം, സത്യമായിരിക്കണം, ധർമ്മമായിരിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. നമ്മൾ അടുത്ത തവണ കാണുമ്പോൾ വലിയ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് കിട്ടുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.